RSS ഭാരതാംബ വിഷയത്തിൽ ഗവർണർ നടത്തുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് നിയമവിദഗ്ധർ. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ എങ്ങനെ മുന്നോട്ടു പോകണമെന്ന് തീരുമാനിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും അവർ തെരഞ്ഞെടുക്കുന്ന മന്ത്രിസഭയുമാണെന്ന് ഭരണഘടനാ വിദഗ്ധൻ അഡ്വക്കേറ്റ് കാളീശ്വരം രാജു പറഞ്ഞു. ഭരണഘടനയിൽ പറയുന്ന പരിമിതപ്പെട്ട സ്വാതന്ത്ര്യം മാത്രമേ ഭരണഘടനാ പദവി വഹിക്കുന്നവർക്ക് ഉള്ളൂവെന്നും അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് ചൂണ്ടിക്കാട്ടി. സർക്കാർ പരിപാടികളിൽ ഉൾപ്പെടെ RSS ഭാരതാംബ ചിത്രം വെക്കണമെന്ന് ഗവർണർ നിർബന്ധം പിടിക്കുന്നത് ഭരണഘടനയുടെ അന്തസ്സത്തയ്ക്ക് നിരക്കുന്നതല്ലെന്നാണ് നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഭരണഘടനാ പദവി വഹിക്കുന്നവർക്ക് സ്വന്തം വിശ്വാസപ്രമാണങ്ങളും രാഷ്ട്രീയ വിശ്വാസങ്ങളും കാത്തുസൂക്ഷിക്കാൻ അവകാശമുണ്ട്. എന്നാൽ സ്വന്തം വിശ്വാസപ്രമാണങ്ങൾ ഭരണതലത്തിൽ അടിച്ചേൽപ്പിക്കുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് ഭരണഘടനാ വിദഗ്ധൻ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് പറഞ്ഞു. ഇതിനകം തന്നെ ഭരണഘടനയെ അതിൻ്റെ സാരാംശത്തിൽ ഇത്തരത്തിലുള്ള നടപടികളിലൂടെ മുൻപത്തെ ഗവർണറും ഇപ്പോഴത്തെ ഗവർണറും ഇതിനകം തന്നെ നിഷേധിച്ചിരിക്കുക. ആ അർത്ഥത്തിൽ സാങ്കേതികമായിട്ടെന്നുള്ളതിലുപരി സാരാംശത്തിൽ ഒരു തരത്തിലുള്ള സത്യപ്രതിജ്ഞാ ലംഘനം തന്നെ നടന്നു എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. കാരണം ഇത് മുൻപ് സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ്. ഭരണഘടനയിൽ വിശ്വാസമില്ലാത്തവർ സാംസ്കാരിക അപജയത്തെ കൂട്ടുപിടിക്കാനായി ഭരണഘടനാ സ്ഥാപനങ്ങളെ ഉപയോഗിക്കും. അതിനെ മറികടക്കാൻ ജനങ്ങൾക്ക് നിരന്തരമായ രാഷ്ട്രീയ വിദ്യാഭ്യാസവും ഭരണഘടനാ വിദ്യാഭ്യാസവും നൽകണമെന്നും അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് പറഞ്ഞു. തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ചെയ്തത് 100% ശരിയാണ്. കാരണം ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു നയം മാത്രമല്ല, നിയമത്തിൽ പറയുന്ന ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളാൽ പരിമിതപ്പെട്ട സ്വാതന്ത്ര്യം മാത്രമേ ഭരണഘടനാ പദവി വഹിക്കുന്ന ആർക്കുമുള്ളൂ. അതിന് ഗവർണറും ഒരു അപവാദമല്ല. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും അവർ തെരഞ്ഞെടുക്കുന്ന മന്ത്രിസഭയുമാണ്. അതിനാൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഉപദേശങ്ങൾ മാനിക്കാൻ ഗവർണർ ബാധ്യസ്ഥനാണെന്നും അഡ്വക്കേറ്റ് കാളീശ്വരം രാജ് ചൂണ്ടിക്കാട്ടി. അദ്ദേഹം കേന്ദ്രത്തിൻ്റെ പ്രതിനിധിയായി വന്ന് ഇവിടെ ഇരുന്ന് രാജ്ഭവനിലിരുന്ന് അദ്ദേഹം പറയുന്നതാണ് ഇവിടുത്തെ നിയമവാഴ്ച, അദ്ദേഹം പറയുന്നതാണ് ഇവിടുത്തെ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറലിസ്റ്റ് തത്വങ്ങൾക്കെതിരാണ്, നമ്മുടെ റിപ്പബ്ലിക്കൻ മാതൃകയ്ക്കെതിരാണ്, ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരാണ്. കൈരളി ന്യൂസ്, കൊച്ചി.